ഹലോ, ഞാൻ പ്രേം കൃഷ്ണൻ, കമ്പനി സെക്രട്ടറിയാണ്. ട്രിപ്പിൾ ഐ കോമേഴ്സ് അക്കാഡമിയിലെ CA ഇൻറ്ററിൻ്റെ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോ ഫാക്കൽറ്റിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ ബ്രിഡ്ജ് കോഴ്സിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ബ്രിഡ്ജ് കോഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കാം അല്ലേ? ഓൾറെഡി അറിഞ്ഞു വന്നവരാണെന്ന് വിശ്വസിക്കുന്നു. അതേ, നമ്മുടെ ഇവിടെ ട്രിപ്പിൾ ഐയിൽ ഓരോ സബ്ജക്റ്റും എടുക്കുന്ന ഫാക്കൽറ്റീസ് തന്നെ അവരവരുടെ സബ്ജക്റ്റിനെ കുറിച്ചൊരു ഇൻട്രഡക്ഷൻ പറയുവാണ്. ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്സിൻ്റെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മുടെ പേപ്പർ, അതായത് കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ് എന്ന് പറയുന്ന പേപ്പർ പക്ക തിയറി പേപ്പറാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കാം, സാധാരണ CAക്ക് ജോയിൻ ചെയ്യുന്ന മിക്കവർക്കും തിയറി ഇഷ്ടമല്ല സാർ എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. തിയറി പേപ്പറാണെങ്കിലും ഒരുവിധം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേപ്പറാണ്. അപ്പോൾ നേരെ നമുക്കതിലേക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. അധികം പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഫൗണ്ടേഷൻ കഴിഞ്ഞതോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞതോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബേസ് ഉണ്ടെന്ന് തന്നെ നിങ്ങൾക്ക് വിചാരിക്കാം. കാരണം കമ്പനി ലോയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മുടെ ടോപ്പിക്കിൽ 100 മാർക്കിൻ്റെ സബ്ജക്റ്റാണ്. ഇതിൽ കമ്പനി ലോ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നായിരിക്കും കൂടുതലും പഠിക്കാനുള്ളത്. അതിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത്. കമ്പനി ലോ എന്ന് പറയുന്നത് എന്താ കമ്പനി ലോ? നമുക്കിപ്പോൾ ഇന്ത്യയിൽ നമുക്കൊരു ബിസിനസ് തുടങ്ങണമെന്ന് വെച്ചോളൂ. ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് ഒരു ബിസിനസ് തുടങ്ങണമെന്ന് വെച്ചോളൂ. ഈ ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? ഒന്നുകിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് ചെയ്യാം അല്ലേ? അതല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലൂടെ ബിസിനസ് ചെയ്യാം. അതുമല്ലെങ്കിൽ ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ ഒരു HUF തുടങ്ങാം. അതുമല്ലെങ്കിൽ ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺ തുടങ്ങാം അല്ലേ? അതുമല്ലെങ്കിൽ നമുക്കൊരു LLP തുടങ്ങാം. അതുമല്ലെങ്കിൽ മറ്റൊരു ബിസിനസ് ഫോമായിട്ട് നമുക്ക് കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കാം അല്ലേ? അപ്പോൾ ഇങ്ങനെ നമുക്ക് ബിസിനസ് നടത്തുമ്പോൾ പല ടൈപ്പ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ സെലക്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഇതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ബിസിനസ് സ്ട്രക്ചർ ഒരു കമ്പനി ആണെങ്കിൽ നമ്മൾ പാലിക്കാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള നിയമമാണ് കമ്പനീസ് ആക്ട് 2013. ഓക്കെ, ഒരു കമ്പനിയെ, നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെയാണ് ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ നിയമങ്ങളാണ് പാലിക്കേണ്ടതെന്നുമാണ് ഈ കമ്പനീസ് ആക്ടിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, നിങ്ങളുടെ സബ്ജക്റ്റിൽ എല്ലാം കൂടി ഒരു 70 മാർക്ക് ഔട്ട് ഓഫ് 100 മാർക്സിൻ്റെ ടോപ്പിക്ക് ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. കമ്പനീസ് ആക്ടിൽ നിന്നായിരിക്കാം ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി പറഞ്ഞാൽ കമ്പനീസ് ആക്ടിനകത്ത് ഒരു 470ഓളം സെക്ഷൻസ് ഉണ്ട്. ഏത് നിയമമായാലും സെക്ഷൻസ് ഉണ്ടെന്നുള്ള കാര്യം അറിയാമല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ആക്ടിനകത്ത് ഒരു 470ഓളം സെക്ഷൻസ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സെക്ഷൻ 1 മുതൽ 148 വരെ. ഓക്കെ, ഈ ഓരോ സെക്ഷൻസും ക്ലാസിഫൈ ചെയ്ത് പല പല ചാപ്റ്റേഴ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് 1 മുതൽ 148 വരെ എന്ന് പറയുമ്പോൾ ഒരു 10 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെയാണോ കമ്പനി ലോയുടെ ടോപ്പിക്? പിന്നെ അതുകൂടാതെ സെക്ഷൻ 379 മുതൽ 392 വരെയുള്ള ഇത്രയും സെക്ഷൻസും കൂടെ പുതിയ സിലബസിൽ, കുറച്ച് നാൾ മുന്നേ പുതിയ സിലബസ് വന്നല്ലോ, ആ സിലബസിൽ ആഡ് ആയിട്ടുണ്ട്. അത് ഫോറിൻ കമ്പനീസിൻ്റെ ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് കമ്പനീസ് ആക്ടിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിലെ ഓരോ ചാപ്റ്റേഴ്സിനെ കുറിച്ചും ഞാൻ ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു പോവാം. ഓക്കെ, പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കമ്പനീസ് ആക്ടിനകത്തുള്ള ടോപ്പിക്സ് കഴിഞ്ഞിട്ട് നമുക്ക് LLP രജിസ്റ്റർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പഠിക്കാനുണ്ട്. LLPസിൻ്റെ നിയമങ്ങളും പഠിക്കാനുണ്ട്. LLP ആക്ട് 2008 എന്ന് പറയും. ഇപ്പോൾ പുതിയ സിലബസ് വന്നതിന് ശേഷം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് LLP. കാരണം ഈ ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് തന്നെ 10 to 15 മാർക്സിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. പുരിഞ്ചതാ? അപ്പോൾ ഈ ചാപ്റ്ററും വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അതർ ലോസ് വരുന്നത്. അതർ ലോസിനകത്ത് 3 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. നിങ്ങൾ ഏറ്റവും സത്യം പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതർ ലോസിനാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആകെ 3 ചാപ്റ്റേഴ്സ്. ഈ 3 ചാപ്റ്റേഴ്സിൽ നിന്ന് 30 മാർക്ക് ക്വസ്റ്റ്യനാണ്. കേൾക്കുന്നുണ്ടോ? അപ്പോൾ അതിനകത്ത് വരുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് പഠിക്കാനുണ്ട്. അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആക്ട്. കുറച്ച് വലിയൊരു ആക്റ്റാണ്.
അതിനെക്കുറിച്ചും ഞാൻ പറയാം, അതിനെക്കുറിച്ചും എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതുകൂടാതെ ജനറൽ ക്ലോസസ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമവും പഠിക്കാനുണ്ടാവും. പിന്നെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററും കൂടി ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ എല്ലാം കൂടി എനിക്ക് തോന്നുന്നു 10, 11, 15 ചാപ്റ്റേഴ്സോളം പഠിക്കാനുണ്ടാവും. ഓക്കെ, ഇത്രയുമാണ് ബേസിക്കലി നിങ്ങളുടെ കമ്പനീസ് ആക്ട്. ഓക്കേണോ? ഇനി നമുക്ക് ഈ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസിലെ ഓരോ ചാപ്റ്ററായിട്ട് നോക്കി അങ്ങ് പോവാം. ഓരോ ചാപ്റ്ററിലും എന്താണ് പഠിക്കാനുള്ളതെന്ന് ബേസിക് ആയിട്ടൊരു ഐഡിയ ഞാൻ തരാം. ഓക്കെ, ആദ്യത്തെ ചാപ്റ്റർ 3 മൊഡ്യൂൾസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് കേട്ടോ. അതിൽ ആദ്യത്തെ മൊഡ്യൂളിനകത്ത് ആദ്യത്തെ 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. മൊഡ്യൂൾ 2വിനകത്ത് ബാക്കി 11 വരെയുള്ള ചാപ്റ്റേഴ്സ്, 7 മുതൽ 11 വരെയും. മൊഡ്യൂൾ 3യിൽ അവസാനത്തെ ചാപ്റ്റർ നമ്പർ 12 LLPയെ കുറിച്ചുള്ളത് മൊഡ്യൂൾ 3യിലാണ്. പിന്നെ അതർ ലോസിൻ്റെ 3 ടോപ്പിക്സും മൊഡ്യൂൾ 3നകത്താണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ചാപ്റ്റർ എന്തുവാടോ? പ്രിലിമിനറി എന്ന് പറയുന്ന ചാപ്റ്റർ. എന്തായിരിക്കും പ്രിലിമിനറി എന്ന് പറയുന്ന ചാപ്റ്റർ? അതിനകത്ത് ആകെ 2 സെക്ഷൻസേ ഉള്ളൂ. കേൾക്കുന്നുണ്ടോ? ഒന്ന് സെക്ഷൻ നമ്പർ 1. സെക്ഷൻ നമ്പർ 1ൽ ഈ കമ്പനീസ് ആക്ടിൻ്റെ ലോങ് ടൈറ്റിൽ എന്താണ്, അതിൻ്റെ ആപ്ലിക്കബിലിറ്റി, എവിടെയൊക്കെയാണ് ഈ കമ്പനീസ് ആക്ട് ആപ്ലിക്കബിൾ ആവുന്നത്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ സെക്ഷൻ 2വിനകത്ത് കുറേ വേർഡ്സിൻ്റെ ഡെഫിനിഷൻസാണ്. ഈ കമ്പനീസ് ആക്ടിനകത്ത് നമ്മളിനി കുറേ വാക്കുകൾ പഠിക്കത്തില്ലേടാ, ആ വാക്കുകളുടെ മീനിങ് എന്താണെന്നുള്ളതെല്ലാം സെക്ഷൻ 2വിനകത്ത് ഡെഫിനിഷൻസിനകത്ത് തന്നിട്ടുണ്ടാവും. എൻ്റെ ഐഡിയ ശരിയാണെങ്കിൽ ഒരു 94ഓളം വേർഡ്സിൻ്റെ ഡെഫിനിഷൻസ് പഠിക്കാനുണ്ട്. ഓക്കെ, ആ ഡെഫിനിഷൻസ് ഇത്രയും കാണാതെ പഠിക്കണം എന്നല്ല. 94 വേർഡ്സിൻ്റെ ഡെഫിനിഷൻസ് ആക്ടിനകത്തുള്ള ഡെഫിനിഷൻസാണ്. ഇൻ്റർ ലെവലിൽ ഇതിൽ കുറച്ച് ഒരു 10, 30, 35 ഡെഫിനിഷൻസ് പഠിക്കാനുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ ചാപ്റ്ററിലേക്ക് വരുന്നത്. ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി ആൻഡ് മാറ്റേഴ്സ് ഇൻസിഡൻറ്റൽ ദെയർ ടു. സെക്കൻഡ് ചാപ്റ്റർ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്മുടെ ബിസിനസ്സിനെ കമ്പനിയായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ രജിസ്റ്റർ ചെയ്യുക. കമ്പനിയായിട്ട് നമ്മുടെ ബിസിനസ്സിനെ രജിസ്റ്റർ ചെയ്യേണ്ട പ്രൊസീജിയറും കാര്യങ്ങളും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എങ്ങനെയാണ് കമ്പനി രജിസ്റ്റർ ചെയ്യേണ്ടത്, ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത്, രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മൾ ഫയൽ ചെയ്യേണ്ട ഫോംസ് എന്തൊക്കെയാണ്, ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ സബ്മിറ്റ് ചെയ്യണം, പിന്നെ അതേപോലെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ കമ്പനിയുടെ പേരിൽ ഒരു രജിസ്റ്റേർഡ് അഡ്രസ്സ് ഉണ്ടാക്കണം, കമ്പനിയുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ബോർഡ് വയ്ക്കണം, ബോർഡിൽ ഇന്ന പേര് വയ്ക്കണം. അങ്ങനെ ഒരുപാട് ഇൻകോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ചാപ്റ്റർ 2വിനകത്ത് പഠിക്കും. ഓക്കെ 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 പിന്നെ ചാപ്റ്റർ നമ്പർ 3 എന്താ ഹെഡ് നോക്കിയാടാ? പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഈ ചാപ്റ്റർ എന്തായിരിക്കും ഇവിടെ പറയാൻ പോണേ? വേറൊന്നുമല്ല, ഒരു കമ്പനിക്ക് ഫണ്ട് റേസ് ചെയ്യാൻ എന്തൊക്കെ മെത്തേഡ്സാണ് ഉള്ളതെന്ന് അറിയാവോ? ഉറപ്പായിട്ട് നിങ്ങൾ പറയും ഷെയർ ഇഷ്യൂ ചെയ്യാം അല്ലേ? ഷെയർ ഇഷ്യൂ ചെയ്ത് ക്യാപിറ്റൽ റേസ് ചെയ്യാം, ശരിയല്ലേ? ഈ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ 2 രീതിയിൽ, മെയിനായിട്ട് 4 മെത്തേഡ്സ് ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ 2 പറയുന്നുള്ളൂ. 2 മെത്തേഡ്സിലൂടെ കമ്പനിക്ക് ഷെയർ ഇഷ്യൂ ചെയ്ത് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിലൊന്ന് പബ്ലിക് ഇഷ്യൂ, പിന്നൊന്ന് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. ഓക്കെ ഓക്കെ ഇങ്ങനെ 2 മെത്തേഡ്സിലൂടെ കമ്പനിക്ക് ആളുകൾക്ക് ഷെയർ കൊടുത്തിട്ട് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? പബ്ലിക് ഇഷ്യൂ എന്ന് വെച്ചാൽ എന്തായിരിക്കും പബ്ലിക് ഇഷ്യൂ എന്ന് വെച്ചാൽ? ഇപ്പോൾ ഒരു കമ്പനി, ഒരു സാധാരണ കമ്പനി, ഓക്കെ, ഈ കമ്പനി അവരുടെ പ്രോഡക്റ്റ് എങ്ങനെയായിരിക്കും ആളുകൾക്ക് വിൽക്കുന്നത്? ഉറപ്പായിട്ടും പരസ്യം ചെയ്തിട്ടാണ് അല്ലേ? നിങ്ങൾ ഇപ്പം ഹോണ്ട എന്ന് പറയുന്ന കമ്പനി, ഈ ഹോണ്ട കമ്പനി അവരുടെ കാർ എങ്ങനെയാണ് വിൽക്കണേ? പരസ്യം ചെയ്യും. ഈ പരസ്യം നിങ്ങൾ എവിടെയൊക്കെ കാണും? TV-യിൽ കാണും, ഇൻസ്റ്റാഗ്രാമിൽ റീൽ കാണും അല്ലേ? പിന്നെ ഹോർഡിങ്സ് കാണും, ന്യൂസ് പേപ്പറിൽ കാണും, എവിടെ ചെന്നാലും ഇതിൻ്റെ പരസ്യങ്ങൾ കാണും. ഈ പരസ്യം കാണുന്നത് ആരാ? ജനറൽ പബ്ലിക് അല്ലേ? ഈ പരസ്യം കാണുന്ന ജനറൽ പബ്ലിക്കിലുള്ള ആർക്ക് വേണമെങ്കിലും കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഷോറൂമിൽ പോയി ഈ കാർ മേടിച്ചൂടെ? അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്യുക. പ്രോസ്പെക്ടസ് എന്ന് പറയുന്ന റിട്ടേൺ ഫോമിലുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ്, തൽക്കാലം അതിന് അഡ്വർടൈസ്മെൻ്റ് എന്ന് വിചാരിച്ചോ. ഓക്കെ, ഈ അഡ്വർടൈസ്മെൻറ്റ് കമ്പനി പബ്ലിക്കിലേക്ക് കൊടുക്കുന്നു. ഈ അഡ്വർടൈസ്മെൻറ്റിനകത്ത് കമ്പനിയെക്കുറിച്ചും കമ്പനിയുടെ ഷെയറിനെക്കുറിച്ചും കമ്പനിയുടെ ഡയറക്ടേഴ്സിനെ കുറിച്ചും പ്രൊമോട്ടേഴ്സിനെ കുറിച്ചും ഒക്കെ ഉള്ള എല്ലാ ഇൻഫർമേഷൻസും ഉണ്ടാവും. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് എല്ലാം വായിച്ചിട്ട് പബ്ലിക്കിനകത്തുള്ള ആർക്ക് വേണമെങ്കിലും പൈസ ഉണ്ടെങ്കിൽ വന്ന് കമ്പനിയുടെ ഷെയർ മേടിക്കാം. ഈ രീതിയിൽ ഷെയർ ഇഷ്യൂ ചെയ്താൽ അതിനെ പബ്ലിക് ഇഷ്യൂ എന്ന് പറയും.
ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, പിന്നെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ, ഇതേ ഹോണ്ട കമ്പനി പുതിയൊരു കാർ ഇറക്കി. ഓക്കെയാണോ? ഈ പുതിയ കാർ ഒരു 100 എണ്ണം ഇറക്കിയിട്ടുള്ളൂ, ലിമിറ്റഡ് എഡിഷനാണ്, ആകെ ഒരു 100 വണ്ടി ഇറക്കിയിട്ടുള്ളൂ. ഓക്കെയാണോ? എന്നിട്ട് ഈ ഹോണ്ട കമ്പനി ഇന്ത്യയിലുള്ള കുറച്ച് ആളുകളെ സെലക്ട് ചെയ്തു. കേൾക്കുന്നുണ്ടോ? IIIൽ പഠിക്കുന്ന ഈ സ്റ്റുഡൻസിനെ എല്ലാവരെയും ഹോണ്ട കമ്പനി സെലക്ട് ചെയ്തിട്ട് ഇവരുടെ അഡ്രസ്സിലേക്ക് ഹോണ്ട കമ്പനി ഒരു ഓഫർ അയച്ചു കൊടുക്കുക. ആ ഓഫറിനകത്ത് കാറിനെ കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ ഉണ്ടാവും. ഓക്കെയാണോ? ഈ ഓഫർ കിട്ടുന്ന സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം വേണമെങ്കിൽ വന്ന് കാർ മേടിക്കാം. ഇതേപോലെ ആ കമ്പനി ഷെയർ വിൽക്കുകയാണെന്ന് വിചാരിച്ചേ. കമ്പനി പബ്ലിക്കിനകത്ത് നിന്നും കുറച്ച് ആളുകളെ സെലക്ട് ചെയ്യുന്നു. ആ സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഓഫർ ലെറ്റർ അയച്ചു കൊടുക്കുന്നു. ഈ ഓഫർ ലെറ്ററിനകത്ത് കമ്പനിയെക്കുറിച്ചും കമ്പനിയുടെ ഷെയറിനെ കുറിച്ചും ഒക്കെ ഇൻഫർമേഷൻസ് ഉണ്ടാവും. ഈ ഓഫർ ലെറ്റർ വായിക്കുന്ന സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകളില്ലടാ, അവർക്ക് മാത്രം താല്പര്യമുണ്ടെങ്കിൽ, പൈസ ഉണ്ടെങ്കിൽ വന്ന് എന്ത് മേടിക്കാം? ഷെയർ മേടിക്കാം. ഓക്കെയാണോ? ഈ രീതിയിൽ ഷെയർ ഇഷ്യൂ ചെയ്താൽ അതിനെ പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് എന്ന് ബേസിക്കലി പറയും. ഓക്കെയാണോ? ഈ ചാപ്റ്ററിൽ എന്താ പഠിക്കാനുള്ളത്? പബ്ലിക് ഇഷ്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ചെയ്യുമ്പോൾ കണ്ടീഷൻസും. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ചാപ്റ്റർ നമ്പർ 3 ക്ലിയർ? ക്ലിയർ? ശരി, ഇനി നാലാമത്തെ ചാപ്റ്റർ എന്താണോ? ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബഞ്ചേഴ്സ്. കമ്പനിക്ക് ഏതൊക്കെ തരത്തിലുള്ള ഷെയർസ് ഉണ്ടോ? ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിഞ്ഞുകൂടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം, സമയമില്ല. ഓക്കെ എടാ, ഈ ഇക്വിറ്റി ഷെയർസിനെ കുറിച്ചും പ്രിഫറൻസ് ഷെയർസിനെ കുറിച്ചുമൊക്കെ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കും. ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്, ഷെയർ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, പിന്നെ ഒരു ഷെയർ ഹോൾഡർ അവൻ്റെ കയ്യിലുള്ള ഷെയർ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ അതേപോലെ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ പല ടൈപ്സ് ഓഫ് ഇഷ്യൂ ഉണ്ട്. ബോണസ് ഇഷ്യൂ കേട്ടിട്ടുണ്ടോ? റൈറ്റ്സ് ഇഷ്യൂ കേട്ടിട്ടുണ്ടോ? പ്രിഫറൻഷ്യൽ ഷെയറിൻ്റെ ഇഷ്യൂ കേട്ടിട്ടുണ്ടോ? പിന്നെ ഈ ഷെയർ നമ്മൾ തിരിച്ച് ബൈബാക്ക് ചെയ്യും കമ്പനി. ചില അവസരങ്ങളിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലിരിക്കുന്ന ഷെയർസ് കമ്പനി തിരിച്ച് മേടിക്കും. ഓക്കെയാണോ? അതിനെ ബൈബാക്ക് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയർ എന്താണെന്നും ഈ ചാപ്റ്ററിനകത്ത് പഠിക്കും. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നമുക്ക് പ്രൊസീജിയേഴ്സ് പഠിക്കാനുണ്ടാവും. കാണാതെ പഠിക്കാനുള്ള കുറേ സാധനങ്ങളുണ്ടാവും, കണ്ടീഷൻസ്. ഓക്കെ, അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സ് എന്ന് വെച്ചാൽ എന്താണോ? കടപ്പത്രം, മറ്റൊരു സെക്യൂരിറ്റിയാണ്. ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ പോലെ തന്നെ മറ്റൊരു സെക്യൂരിറ്റിയാണ് ഡിബഞ്ചേഴ്സ്. ഇതൊരാളുടെ മുഖമായി മാറിയല്ലോ കേട്ടോ. ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ പോലെ തന്നെ കമ്പനി യൂസ് ചെയ്യുന്ന മറ്റൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഡിബഞ്ചേഴ്സ്. ആൾക്കാർക്ക് ഇഷ്യൂ ചെയ്തിട്ട് ആൾക്കാരുടെ നിന്ന് ഫണ്ട് റേസ് ചെയ്യും. ഓക്കെ, ഡെറ്റ് ഇൻസ്ട്രുമെൻസാണ്, അതായത് കടം മേടിക്കുന്ന പോലെയാണ്. ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെക്ഷനും കൂടി ഇതിനകത്ത് പഠിക്കാനുണ്ടാകും, സെക്ഷൻ 71. ഓക്കെ, അപ്പോൾ അത് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കും. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോടാ? ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ ചാപ്റ്ററിൽ സെക്ഷൻ 1ഉം 2ഉം, രണ്ടാമത്തെ ഇൻകോർപ്പറേഷൻ ചാപ്റ്ററിൽ സെക്ഷൻ 3 മുതൽ 22 വരെ പഠിക്കാനുണ്ട്. മൂന്നാമത്തെ പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ സെക്ഷൻ 23 മുതൽ 42 വരെ പഠിക്കാനുണ്ട്. നാലാമത്തെ ചാപ്റ്ററിൽ ബുദ്ധിപൂർവ്വം ആലോചിച്ച് പറ, 43 മുതൽ 71 വരെ പഠിക്കാനുണ്ട്. മനസ്സിലായോ? ഇങ്ങനെ ക്ലാസിഫൈ ചെയ്താണ് നിങ്ങളുടെ ചാപ്റ്റേഴ്സ്. ഓക്കെ 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 അപ്പോഴേ 71 സെക്ഷൻ കഴിഞ്ഞടാ. പിന്നല്ല, സിമ്പിൾ. അടുത്തത് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അത് അത്ര വലിയ ചാപ്റ്റർ അല്ല, ഒരു ഫുൾ ഡേ കൊണ്ട് തീരുന്ന ഒരു ചാപ്റ്ററാണ് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. എന്തായിരിക്കും ഇവിടെ ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ? യേ ക്യാ ഹോഗാ? ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ ക്യാ ഹേ? ഇവിടെ ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ സാധാരണ ബാങ്കുകളിലെ ആളുകൾ കൊണ്ടുപോയി പൈസ ഡെപ്പോസിറ്റ് ചെയ്യൂലേടാ, അല്ലേ? പലതരത്തിലുള്ള ഡെപ്പോസിറ്റ്സ് ഇല്ലേ ബാങ്കിന്? സേവിങ്സ് ഡെപ്പോസിറ്റ്, റെക്കറിങ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഉണ്ടല്ലേ. ഈ ബാങ്കുകൾ ആളുകളുടെ നിന്ന് ഡെപ്പോസിറ്റ്സ് മേടിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയിലുള്ള ഒരു കമ്പനിക്കും വേണമെങ്കിൽ ഡെപ്പോസിറ്റ്സ് മേടിക്കാം. ഫണ്ട് റേസ് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡാണ് ഡെപ്പോസിറ്റ്സ് സ്വീകരിക്കുക എന്നുള്ള കാര്യം. കേൾക്കുന്നുണ്ടോ? കമ്പനികൾക്ക് ജനറൽ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ സ്വന്തം മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും വേണമെങ്കിൽ ഡെപ്പോസിറ്റ്സ് സ്വീകരിക്കാൻ പറ്റും, ബാങ്കിനെ പോലെ. ഓക്കെയാണോ? ഇത് ഷോർട്ട് ടേം ഫണ്ട്സ് ആയിരിക്കും കേട്ടോ. മാക്സിമം ഒരു 36 മാസമൊക്കെ മെച്യൂരിറ്റി വരത്തുള്ളൂ. ഈ മെച്യൂരിറ്റി പീരീഡ് എത്രയായാലും അത് കഴിയുമ്പോൾ കമ്പനി ഈ ആളുകളുടെ പൈസ ഇൻട്രസ്റ്റ് അടക്കം തിരിച്ചു കൊടുക്കും. ഓക്കെയാണോ? ഇങ്ങനെ ഷോർട്ട് ടേം ഫണ്ട്സ് ആയ ഡെപ്പോസിറ്റ്സ് റേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്
ആ ചാപ്റ്റർ. ഏത് ചാപ്റ്റർ? അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് ബൈ കമ്പനീസ്. ഓക്കെ അല്ലടാ? ഇതിൽ സെക്ഷൻ 73 മുതൽ 76A വരെയാണ് പഠിക്കാനുള്ളത് ഡെപ്പോസിറ്റ്സിൻ്റെ ചാപ്റ്ററിൽ. ചെറിയ സെക്ഷൻ, ചെറിയ ചാപ്റ്ററാണ്. ചെറിയ ചാപ്റ്റർ എന്ന് വെച്ചാൽ ഒരു ദിവസം എടുക്കും. 3 സെക്ഷൻസ് ഉള്ളുവെങ്കിലും കുറച്ച് സമയം എടുക്കും. ഓക്കെ ഓക്കെ ബോസ്, ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത ചാപ്റ്റർ ചാർജസ്. പഠിക്കാനുള്ളതിൽ ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്ററാണ് ചാർജസ്. ചാർജ് എന്ന് വെച്ചാൽ എന്തായിരിക്കുംടാ? ക്യാ ഹോഗ? ചാർജ് എന്തായിരിക്കും ചാർജ്? പലതരത്തിലുള്ള ചാർജുകൾ. പറയൂ, ഏതായിരിക്കും ഇവിടെ പഠിക്കാനുള്ള ചാർജ്? എന്തായിരിക്കും എടാ? ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മിക്ക കമ്പനികളും ബിസിനസ് ചെയ്തോ ഇല്ലേ എന്നുള്ളതൊന്നും അറിയണ്ട, മിക്ക കമ്പനികളും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും. ശരിയല്ലടാ? 1000 കോടി, കുറച്ച് എമൗണ്ട്, ചെറിയ എമൗണ്ട്, 1000 കോടി 5000 കോടി അല്ലേ, അങ്ങനെ പറഞ്ഞിട്ട് ലോൺ എടുക്കുന്നുണ്ടാവും. ഈ ലോൺ എടുക്കുമ്പോഴേ ബാങ്ക് വെറുതെ ആണോ ഈ ലോൺ കൊടുക്കുന്നത്? അല്ല, ഈ കമ്പനി ആ പൈസ തിരിച്ചു കൊടുക്കും എന്ന് എന്താ ഉറപ്പ്? ആ ഉറപ്പിന് വേണ്ടിയിട്ട് ബാങ്കുകൾ കമ്പനിയുടെ കയ്യിൽ നിന്ന് എന്തെഴുതി മേടിക്കും? കമ്പനിയുടെ അസറ്റ്സ് സെക്യൂരിറ്റി ആയിട്ട് എഴുതി മേടിക്കും. സ്പെല്ലിംഗ് ഒക്കെ തെറ്റിപ്പോകുന്നല്ലോ. കമ്പനിയുടെ അസറ്റ്സ് സെക്യൂരിറ്റി ആയിട്ട് എഴുതി മേടിക്കും. ഓക്കേണോ? അങ്ങനെ കമ്പനിയുടെ അസറ്റ്സ് കമ്പനി സെക്യൂരിറ്റി ആയിട്ട് ബാങ്കിന് കൊടുത്താലേ ശരിക്കും അവിടെ എന്താ സംഭവിച്ചത്? ഈ അസറ്റ് കമ്പനിയുടേതാണെങ്കിലും ആ അസറ്റിൻ്റെ മേൽ കമ്പനി ബാങ്കിന് കുറച്ച് അവകാശങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ശരിയല്ലേടാ? ഇൻ കേസ് കമ്പനി ലോണ് തിരിച്ചടച്ചില്ലെങ്കിൽ ആ ബാങ്കിനെ അസറ്റ് എടുത്ത് വിറ്റൂടെ? കമ്പനിയുടെ അസറ്റ് ആണെങ്കിൽ അത് വിൽക്കാനുള്ള അവകാശം കിട്ടുന്നില്ലേ? ഇങ്ങനെ കുറച്ച് അവകാശങ്ങൾ ബാങ്കിന് കിട്ടുകയാണ് ചെയ്യണേ. ഓക്കേണോ? ഈ അവകാശങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെ ചാർജ് ക്രിയേഷൻ എന്ന് പറയും. ഓക്കേണോ? അതായത് നമ്മുടെ കമ്പനിയുടെ അസറ്റ്സിൻ്റെ മേൽ ക്രെഡിറ്ററിന് നമ്മൾ റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു ലോണൊക്കെ എടുക്കുമ്പോൾ. അതിനെ ചാർജ് ക്രിയേഷൻ എന്ന് പറയും. കേൾക്കുന്നുണ്ടോ? ഇങ്ങനെ നമ്മൾ ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരെ അറിയിക്കണം? നമ്മൾ കമ്പനീസിനെ എല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാ? മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഈ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ കീഴിൽ ROC എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. ഇവിടെയാണ് നമ്മുടെ കമ്പനീസിനെ രജിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്പനി ഇതുപോലെ ചാർജ് വല്ലതും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കമ്പനിയുടെ അസറ്റ്സ് വല്ലതും സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ROCയിൽ ഫയൽ ചെയ്യണം. ഓക്കേണോ? പിന്നെ ലോൺ തിരിച്ചടച്ച് കഴിയുമ്പം ആ ഡീറ്റെയിൽസും ROCയിൽ ഫയൽ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ് ചാർജസ്. ഓക്കെ, ഇത്രയുമാണ് നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂൾ. ഓക്കെ ബോസ്, അതായത് ചാർജിൻ്റെത് സെക്ഷൻ 77 to 87. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ആദ്യത്തെ മൊഡ്യൂളിനകത്ത് 1ാമത്തെ സെക്ഷൻ മുതൽ 87ാമത്തെ സെക്ഷൻ വരെ ഉണ്ട്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് പറയട്ടെ, മൊഡ്യൂൾ 2, സെക്കൻഡ് മോഡ്യൂൾ. രണ്ടാമത്തെ മൊഡ്യൂളിൽ ചാപ്റ്റർ 7, 8, 9, 10, 11 5 ചാപ്റ്റേഴ്സ്. അതിനകത്ത് ഏറ്റവും ആദ്യത്തെ ചാപ്റ്റർ കണ്ടടാ, ചാപ്റ്റർ 7. കുറച്ച് വലിയ ചാപ്റ്ററാണെന്ന് മാത്രമല്ല, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഒരുപാട് കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ട്. ഈ ചാപ്റ്ററിൽ എന്താ പഠിക്കാൻ പോകണമെന്ന് അറിയാമോ? നമ്മളൊരു കമ്പനി നടത്തുമ്പം ആ കമ്പനിയിലെ ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത് ആരാ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടി വരുമ്പോൾ മെമ്പേഴ്സിൻ്റെ അപ്രൂവലും വേണം. യൂഷ്വലി തീരുമാനങ്ങൾ എല്ലാം എടുക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണെങ്കിലും മെമ്പേഴ്സിൻ്റെ അപ്രൂവലും കൂടെ ചില സാഹചര്യങ്ങളിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എടുക്കേണ്ടി വരും. ഓക്കേണോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കുന്നത് മെമ്പേഴ്സും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും കൂടിയാണ്. ഈ മെമ്പേഴ്സ് എവിടെ വെച്ചിട്ടാണ് തീരുമാനം എടുക്കുന്നത്? മെമ്പേഴ്സിൻ്റെ മീറ്റിങ്ങിനൊരു പേരുണ്ട്. എന്താ? ജനറൽ മീറ്റിംഗ് എന്ന് വിളിക്കും മെമ്പേഴ്സിൻ്റെ മീറ്റിങ്ങിനെ. ഓക്കെ, ഈ ജനറൽ മീറ്റിംഗ് 2 ടൈപ്പ് ഉണ്ട്, AGM, EGM. ആനുവൽ ജനറൽ മീറ്റിംഗ് ഉണ്ടാവും, എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ഉണ്ടാവും. ഓക്കെ, ഈ 2 ജനറൽ മീറ്റിംഗ്സ് നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കേണോ? AGM നടത്താനായിട്ട് മെമ്പേഴ്സിന് നോട്ടീസ് കൊടുക്കണം. മെമ്പേഴ്സിന് വരാൻ പറ്റിയില്ലെങ്കിൽ പകരക്കാരനായി പ്രോക്സി എന്ന് പറയുന്ന ആളെ വിടാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങൾ, ഏതൊക്കെ ഇവിടെ റെസൊല്യൂഷൻസ്, അതായത് ഡിസിഷൻസ് എടുക്കുമ്പോൾ എങ്ങനെയൊക്കെ വോട്ട് ചെയ്യാൻ പറ്റും,
കേൾക്കുന്നുണ്ടോ? ഈ റെസൊല്യൂഷൻസിൻ്റെ എവിഡൻസ് എങ്ങനെയാണ് കീപ്പ് ചെയ്യേണ്ടത്, AGM എന്ന് കണ്ടക്ട് ചെയ്യണം, EGM എപ്പോൾ എവിടെ വെച്ച് കണ്ടക്ട് ചെയ്യണം, എങ്ങനെയൊക്കെ കണ്ടക്ട് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ. ജനറൽ മീറ്റിംഗ്സിനെ കുറിച്ചുള്ള ചാപ്റ്റർ. ഞാൻ വളരെ 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 ചുരുക്കി പറയുവാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പറയാം. ഓക്കെ, ഇപ്പോൾ പറഞ്ഞാലും നിങ്ങൾക്ക് ബോറടിക്കും. ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പറയാം. ഓക്കെ, പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനം എടുക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഇൻ്റർ ലെവലിൽ പഠിക്കാനില്ല, അത് ഫൈനലിലാണ് ഉള്ളത്. ഓക്കെ, ആകെ ഇവിടെ നമുക്ക് ജനറൽ മീറ്റിംഗ്, മെമ്പേഴ്സിൻ്റെ മീറ്റിങ്ങിനെ കുറിച്ച് മാത്രമേ ഇൻ്റർ ലെവലിൽ പഠിക്കാനുള്ളൂ. ഓക്കെ ബോസ്? ഓക്കെ 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 ഓക്കെ, ബാക്കി അടുത്തത് അടിപൊളി സാധനം. എന്താ? ഡിക്ലറേഷൻ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ്. ഡിവിഡൻറ്റ് എന്ന് വെച്ചാൽ എന്താടാ? കമ്പനിയുടെ മെമ്പേഴ്സ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ, ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ അല്ലേ? അപ്പോൾ അവർക്ക് തിരിച്ച് വല്ലതും കിട്ടണ്ടേ? ഈ ഇൻവെസ്റ്റ് ചെയ്തതിന് പകരമായിട്ട് കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് തിരിച്ച് റിട്ടേൺ വല്ലതും മെമ്പേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ അതിനെ ഡിവിഡൻറ്റ് എന്ന് വിളിക്കും. ഓക്കേണോ? ഈ ഡിവിഡൻറ്റ് 2 ടൈപ്പ് ഉണ്ടടേ. ഏതൊക്കെയാ? ഇൻ്ററിം ഡിവിഡൻറ്റും ഉണ്ട്, ഫൈനൽ ഡിവിഡൻറ്റും ഉണ്ട്. ഈ ഡിവിഡൻറ്റ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. മാക്സിമം എത്ര ഡിവിഡൻറ്റ് കൊടുക്കാം, ഡിവിഡൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കാശ് എപ്പോൾ കൊടുക്കണം, മെമ്പേഴ്സിന് കാശ് കൊടുക്കണ്ടേ, എത്ര ദിവസത്തിനകത്ത് കാശ് കൊടുക്കണം, കാശ് എങ്ങനെയൊക്കെ കൊടുക്കാം. ഇനി ഏതെങ്കിലും മെമ്പറിന് ഡിവിഡൻറ്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ, ഇപ്പോൾ ചില മെമ്പേഴ്സിൻ്റെ ഐഡൻറ്റിഫിക്കേഷനൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവത്തില്ല, ചിലപ്പോൾ അഡ്രസ്സ് ഉണ്ടാവത്തില്ല കമ്പനിയുടെ കയ്യിൽ. അങ്ങനെ ഏതെങ്കിലും മെമ്പറിന് ഡിവിഡൻറ്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവന് കൊടുക്കേണ്ട പൈസ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്റർ. ചെറിയ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ സെക്ഷൻ 123 മുതൽ 127 വരെ പഠിക്കാനുണ്ട്. ചെറിയ ചാപ്റ്ററാണ്. ഓക്കെ, മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ വലിയ ചാപ്റ്ററാണേ. അതിനകത്ത് സെക്ഷൻ 88 മുതൽ 122 വരെ ഉണ്ട്, തൊട്ട് മുന്നേ പറഞ്ഞ ചാപ്റ്റർ. ഓക്കെ ബോസ്? ഓക്കെ, അടുത്തത് അക്കൗണ്ട്സും ഓഡിറ്റും. രണ്ടും ഒരുമിച്ച് തന്നെ വേണമെങ്കിൽ പറയാം. അക്കൗണ്ട്സും ഓഡിറ്റും, ചാപ്റ്റർ 9, ചാപ്റ്റർ 10. അതറിയായിരിക്കും അല്ലേ? നിങ്ങളുടെ സ്വന്തം ഐറ്റം. എല്ലാ കമ്പനിയും നിർബന്ധമായിട്ടും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം. എല്ലാ കമ്പനിയും നിർബന്ധമായിട്ടും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്ത് ROCയിൽ ഫയൽ ചെയ്യണം അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അക്കൗണ്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അക്കൗണ്ട്സ് ഫിനാൻഷ്യൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എവിടെ കീപ്പ് ചെയ്യണം, ഇത് എത്ര നാൾ കീപ്പ് ചെയ്യണം, പിന്നെ ഇലക്ട്രോണിക് ഫോമിൽ കീപ്പ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ചാപ്റ്ററിൽ. പിന്നെ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ROCയിൽ ഫയൽ ചെയ്യും, എല്ലാ വർഷവും റിപ്പോർട്ട് ചെയ്യേണ്ടടാ. ROCയിൽ ഫയൽ ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മെമ്പേഴ്സിൻ്റെ അപ്രൂവൽ എടുക്കുന്നത് എങ്ങനെയാണ്, ഇതൊക്കെയാണ് ആ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഐറ്റം, നിങ്ങളുടെ മെയിൻ ഐറ്റം ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ്. എല്ലാ വർഷവും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ വിളിച്ചു വരുത്തി ഓഡിറ്റിംഗ് ചെയ്യിക്കണം. ശരിയല്ലേ? അക്കൗണ്ട്സ് വെരിഫൈ ചെയ്യണം. എന്നിട്ട് പുള്ളിക്കാരൻ വന്നിട്ട് ഈ അക്കൗണ്ട്സ് എല്ലാം വെരിഫൈ ചെയ്ത് ഫ്രോഡ് വല്ലതും ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചിട്ട് ഫ്രോഡ് വല്ലതും കണ്ടെത്തിയാൽ അത് നേരെ റിപ്പോർട്ട് ചെയ്യണം. ഇല്ലേ? എവിടെ റിപ്പോർട്ട് ചെയ്യണം? സെൻട്രൽ ഗവൺമെൻറ്റിനോ, ചെറിയ ഫ്രോഡാണെങ്കിൽ മെമ്പേഴ്സിനോ റിപ്പോർട്ട് ചെയ്യണം. ഫ്രോഡിനൊരു വാല്യൂ ഉണ്ട്. പഠിക്കാം, കുഴപ്പമില്ല, പഠിക്കാം. അപ്പോൾ വലിയ ഫ്രോഡാണ് ചെയ്തതെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അടുത്ത് റിപ്പോർട്ട് ചെയ്യണം. ചെറിയ ഫ്രോഡാണ് ചെയ്തതെങ്കിൽ മെമ്പേഴ്സിനോട് റിപ്പോർട്ട് ചെയ്യണം. ഓക്കേണോ? ഈ ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന കാര്യവും ഓഡിറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഇയാൾ ഫ്രോഡ് കണ്ടുപിടിച്ചാൽ അത് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, ഓഡിറ്ററായിട്ട് ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ടോട്ടലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആളായിരിക്കണം. എന്തൊക്കെയാണ് ഇൻഡിപെൻഡൻസിൻ്റെ ക്രൈറ്റീരിയ എന്നുള്ളത് പോലും ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുണ്ടാവും. ക്ലിയർ? ഓക്കെ ഓക്കെ ബോസ്. ഓക്കെ അങ്ങനെ ആദ്യത്തെ 10 ചാപ്റ്റർ കഴിഞ്ഞ്. പറഞ്ഞപ്പോൾ എന്ത് എളുപ്പം കഴിഞ്ഞ്. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ജസ്റ്റ് ചാപ്റ്റർ എന്താണെന്ന് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. പിന്നെ 11ാമത്തെ ചാപ്റ്റർ കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് വെച്ചാൽ എന്താണോ എടാ? കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് വെച്ചാൽ ഒരു കമ്പനി, ഈ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തത് ഇന്ത്യക്ക് പുറത്താണ്. ഇന്ത്യക്ക് പുറത്ത് ഏതെങ്കിലും ഒരു രാജ്യം പറയടേ. ക്ലാസ്സിലാണെങ്കിൽ ഏതെങ്കിലും ഒരുത്ത ഇപ്പം പറയും, ഒരു പയ്യന്, ആരെങ്കിലും പറയും. എന്ത് പറയുന്നറിയോ? ഉസ്ബെക്കിസ്ഥാൻ. എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി, അല്ലെങ്കിലേ അക്ഷരങ്ങൾ അറിഞ്ഞുകൂടാ. എടാ, ഓസ്ട്രേലിയ. ഓക്കെ, നമ്മുടെ കമ്പനി ഓസ്ട്രേലിയയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനിയാണ്. അവിടുത്തെ നിയമപ്രകാരം അവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനിയാണ്. ഓക്കേണോ? ഈ കമ്പനി ഇന്ത്യക്കുള്ളിൽ, ഇത് ഇന്ത്യയാണേ കേട്ടോ,
ഇത് ഇന്ത്യയാണേ കേട്ടോ, തൽക്കാലം ഇന്ത്യയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, ഈ കമ്പനി ഇന്ത്യക്കുള്ളിൽ ഒരു പ്ലേസ് ഓഫ് ബിസിനസ് തുടങ്ങി. ഓക്കെ, ഈ പ്ലേസ് ഓഫ് ബിസിനസ് അവർ ഡയറക്റ്റ് ആയിട്ട് തുടങ്ങിയതാവാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രാഞ്ചൈസി ഒക്കെ കേട്ടിട്ടില്ലേടാ, ഫ്രാഞ്ചൈസീസ് ഓപ്പൺ ചെയ്യാന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ ഏജന്റ് വഴി തുടങ്ങിയതാവാം. ഓക്കെ, ഇത് ഫിസിക്കൽ ഫോമിലുള്ള പ്ലേസ് ഓഫ് ബിസിനസ് ആവാം, അതും അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫോമിലുള്ള ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോംസ് ഒക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ഇലക്ട്രോണിക് ഫോമിലുള്ള ബിസിനസ് ആവാം. ഓക്കെയാണോ? ഇങ്ങനെ ഇന്ത്യക്ക് പുറത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തൊരു കമ്പനി ഇന്ത്യക്കുള്ളിൽ ഒരു പ്ലേസ് ഓഫ് ബിസിനസ് തുടങ്ങിയിട്ട് ഡയറക്റ്റ് ആയിട്ടോ ഏജന്റ് വഴിയോ ഫിസിക്കൽ ഫോമിലോ ഇലക്ട്രോണിക് ഫോമിലോ അവരൊരു ബിസിനസ് പ്ലേസ് ഓഫ് ബിസിനസ് തുടങ്ങി. എന്നിട്ട് ഇന്ത്യക്കുള്ളിൽ എന്തെങ്കിലും ബിസിനസ് ആക്ടിവിറ്റിയും കൂടി അവർ ചെയ്താൽ ഇവരാരായടോ? നമ്മുടെ കമ്പനീസ് ആക്ടിൽ ഫോറിൻ കമ്പനി എന്ന് വിളിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇവരാണ് നമ്മുടെ കമ്പനീസ് ആക്ടിൽ ഫോറിൻ കമ്പനി. ക്ലിയർ ആണോ? കമ്പനീസ് ഇൻകോപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഈ കമ്പനി ഇൻകോപ്പറേറ്റ് ചെയ്തത് US-ലാണേ. ഓക്കെ, ഈ കമ്പനിയുടെ ബിസിനസ് മുഴുവനും ചെയ്യുന്നത് US-ലും മെക്സിക്കോയിലും മാത്രമാണേ. ഇതേത് കമ്പനിയാ? ഇത് ഇന്ത്യൻ ഫോറിൻ, ഇതേത് കമ്പനിയുടെ? ഇത് ഫോറിൻ കമ്പനിയല്ലേ? ഉറപ്പായിട്ടും ഇത് ഫോറിൻ കമ്പനിയാ. പക്ഷെ നമ്മുടെ കമ്പനീസ് ആക്ടിൽ ഫോറിൻ കമ്പനി ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? പുറത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് ഇന്ത്യക്കുള്ളിൽ പ്ലേസ് ഓഫ് ബിസിനസ് തുടങ്ങി ഇന്ത്യയിൽ എന്തെങ്കിലും ബിസിനസ് ആക്ടിവിറ്റിയും കൂടെ ചെയ്താൽ അവരാണ് ഫോറിൻ കമ്പനി. എന്തെന്നറിയോടാ, നമ്മുടെ കമ്പനീസ് ആക്ടിനകത്ത് സെക്ഷൻ 379 മുതൽ 392 വരെ ഈ സെക്ഷൻസ് ഫോറിൻ കമ്പനീസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള സെക്ഷൻസാണ്. ഫോറിൻ കമ്പനീസ് നിർബന്ധമായിട്ടും ഈ സെക്ഷൻസ് കംപ്ലൈ ചെയ്യണം. ഓക്കേടാ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കടാ, US-ൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് മെക്സിക്കോയിൽ ബിസിനസ് ചെയ്യുന്ന ഏതോ ഒരു കമ്പനി അവന്മാരുടെ അടുത്ത് നമ്മളിവിടെ ഇന്ത്യയിൽ ഒരു നിയമം ഉണ്ടാക്കിയിട്ട് പറയുകയാണ്, നിങ്ങളിത് പാലിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുമോ? ചെയ്യത്തില്ല. അപ്പം നമ്മുടെ ആക്ടിനകത്ത് എന്താ ഫോറിൻ കമ്പനി? പുറത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് ഇന്ത്യയിൽ ബിസിനസ് തുടങ്ങി ഇന്ത്യയിൽ പ്ലേസ് ഓഫ് ബിസിനസ് തുടങ്ങി ഇവിടെ എന്തെങ്കിലും ബിസിനസ് ആക്ടിവിറ്റിയും കൂടെ ചെയ്താൽ അത് ഫോറിൻ കമ്പനി. ഓക്കെ ബോസ്, അങ്ങനെ ആ കമ്പനിക്ക് ആപ്ലിക്കബിൾ ആയ ഈ സെക്ഷൻസ് കണ്ട, ഇതാണ് മറ്റൊരു ചാപ്റ്റർ. 11 ചാപ്റ്റേഴ്സ് ഖതം. ഓക്കെ, പിന്നെ LLP ആക്ടിനെ കുറിച്ച് നിങ്ങൾ ഓൾറെഡി കുറേ പഠിച്ചിട്ടുണ്ടാകും, ഫൗണ്ടേഷൻ ആണെങ്കിൽ പ്രത്യേകിച്ചും. LLP എന്ന് പറയുന്നത് പുതിയൊരു ബിസിനസ് സ്ട്രക്ചറാണ് അല്ലേ? നമ്മുടെ കമ്പനീസിൻ്റെ ബെനിഫിറ്റ്സും പഴയ പാർട്ട്ണർഷിപ്പ് ഫേംസിൻ്റെ ബെനിഫിറ്റ്സും കൂടെ കമ്പൈൽ ചെയ്ത് വരുന്ന പുതിയൊരു ഫോം ഓഫ് ബിസിനസ്സാണ് LLP. ഓക്കെ, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഈ LLPസിനെ രജിസ്റ്റർ ചെയ്യുന്നത് മുതൽ LLPസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള നിയമങ്ങളെല്ലാം LLP ആക്ട് 2008 പഠിക്കാനുണ്ട്. ആ ഒരു ചാപ്റ്റർ നമുക്കുണ്ടാവും. 10 മുതൽ 15 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. വളരെ ഇമ്പോർട്ടൻ്റ് ആണേ. ഓക്കെ, പിന്നെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. സോറി ടു സേ ദിസ്, 2 ചാപ്റ്റേഴ്സ്, ഇൻ്റർപ്രിട്ടേഷനും ജനറൽ ക്ലോസസും. ഈ 2 ചാപ്റ്റേഴ്സാണ് മിക്ക പിള്ളേരും സ്കിപ്പ് അടിക്കുന്ന ചാപ്റ്ററാണ്. കാരണം വേറെ ഒന്നുമില്ല, കുറച്ച് ഡ്രൈ ആണ്, കുറച്ച് പക്ക തിയറിയാണ്, വായിച്ചാൽ ഒന്നും മനസ്സിലാവാൻ സാധ്യതയില്ല. പക്ഷെ അങ്ങനെയല്ലടാ, കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് വായിക്കണം. കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ CA ഇൻ്റർ കമ്പനിയിലോ സിലബസിൽ തന്നെ ഈ 2 ചാപ്റ്ററാണ് കുറച്ചൊന്ന് വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ്. ഓക്കെ, ഈ ചാപ്റ്റേഴ്സ് എന്തിനെ കുറിച്ചാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയാം. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറയാം. ഓക്കെ, ആദ്യം ഏത് വേണോടാ? ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് എടുക്കാം. ഓക്കെ, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് പറയുമ്പം അതൊരു ആക്റ്റ് അല്ല, പകരം ഇതിനകത്ത് കുറേ തത്വങ്ങൾ, മലയാളവും പോയടെ കയ്യിൽ നിന്ന്, ഇതിനകത്ത് കുറേ തത്വങ്ങളാണ്. നിങ്ങൾ ഇന്ത്യയിലുള്ള ഓരോ നിയമങ്ങൾ വായിക്കൂലേ? ഇന്ത്യയിലുള്ള ഓരോ നിയമങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സംശയങ്ങളുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂഷൻസ് ക്രിയേറ്റഡ് ആവും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു നിയമം വ്യാഖ്യാനിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല നിങ്ങളൊരു നിയമം വ്യാഖ്യാനിക്കുന്നത് അല്ലേ? അങ്ങനെ ഒരാൾ ഒരു രീതിയിലും മറ്റൊരാൾ വേറൊരു രീതിയിലും ഒരു നിയമം ഇൻ്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞാലേ ആ നിയമം ഉണ്ടാക്കിയതിൻ്റെ ഉദ്ദേശം തന്നെ ഇല്ലതായി പോകത്തില്ലടാ അല്ലേ? ഫോർ എക്സാമ്പിൾ, ഇതിപ്പോൾ അതെ, ഞാൻ ഈ കുപ്പിയിലെ വെള്ളം പകുതിയാക്കി വെച്ചിരിക്കുക. ഓക്കേണോ? ഈ വെള്ളം എനിക്ക് വേണമെങ്കിൽ ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം, പകുതി നിറഞ്ഞിരിക്കുന്നു അല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം, വെള്ളം പകുതി
കഴിഞ്ഞിരിക്കുന്നു, തീർന്നിരിക്കുന്നു എന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ശരിയല്ലേ? ഇതേപോലെ ആക്ടിനകത്തുള്ള ഏത് സെൻറ്റൻസ് വായിച്ചാലും അതിനെ രണ്ട് പേര് രണ്ട് രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യും. അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യണമെങ്കിൽ പിന്നെ ആക്ട് ഉണ്ടാക്കിയവന്മാർ എന്തിനടാ അതുണ്ടാക്കിയത്? ശരിയല്ലേ? അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള എല്ലാ നിയമങ്ങളും വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ടുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് തത്വങ്ങൾ, അതാണ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ്. കേൾക്കുന്നുണ്ടോ? ഈ പറഞ്ഞിരിക്കുന്ന തത്വങ്ങൾ അനുസരിച്ച് വേണം ഇന്ത്യയിലുള്ള നിയമങ്ങൾ നിങ്ങൾ വ്യാഖ്യാനിക്കാൻ. ഓക്കെ, അതിനകത്ത് കുറച്ച് റൂൾസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്, തത്വങ്ങൾ. ഓക്കെ ബോസ്. പിന്നെ ജനറൽ ക്ലോസസ് ആക്ട്. ജനറൽ ക്ലോസ് ആക്ട് ഏതാണ്ട് അത് തന്നെയാണ് ഉദ്ദേശം, ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഈ ജനറൽ ക്ലോസസ് ആക്ടും ഇൻ്റർപ്രിട്ടേഷൻ പോലെ തന്നെ ബാക്കിയുള്ള നിയമങ്ങൾ വായിക്കുമ്പോൾ സഹായമായിട്ട് ഉപയോഗിക്കുന്ന ആക്റ്റാണ്. ഇതൊരു ആക്റ്റാണ് കേട്ടോ. ബാക്കിയുള്ള നിയമങ്ങൾ വായിക്കുമ്പോൾ അവിടെ സഹായമായിട്ട് നിങ്ങൾക്ക് ഈ ആക്ട് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു നിയമം വായിക്കുക, ഒരു നിയമം വായിച്ചപ്പോൾ അതിനകത്തൊരു ഒരു വാക്ക് കണ്ടു, ഗുഡ് ഫെയ്ത്ത് എന്നൊരു വാക്ക് കണ്ടു. ഓക്കെ, ഈ വാക്കിൻ്റെ മീനിങ് എന്താണെന്ന് നിങ്ങൾക്കൊരു സംശയം. നിങ്ങൾ എന്ത് ചെയ്യോടാ? എല്ലാ നിയമത്തിലും ആ നിയമത്തിൽ തന്നെ ഡെഫിനിഷൻസ് ഉണ്ടാവില്ലേ? ഇപ്പോൾ കമ്പനീസ് ആക്ടിൽ തന്നെ സെക്ഷൻ 2 ഡെഫിനിഷൻസ് അല്ലേ? ആ ഡെഫിനിഷൻസ് എടുത്ത് ഇങ്ങനെ നോക്കും അല്ലേ? ആ ആക്റ്റിൽ തന്നെ നിങ്ങൾ ഡെഫിനിഷൻ നോക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ഡെഫിനിഷൻ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഈ ജനറൽ ക്ലോസസ് ആക്ടിനകത്ത് കുറേ ഡെഫിനിഷൻസ് ഉണ്ടേ. ആ ഡെഫിനിഷൻസിനകത്ത് ഗുഡ് ഫെയ്ത്തിൻ്റെ ഡെഫിനിഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ ജനറൽ ക്ലോസസ് ആക്ടിനകത്തുള്ള ഗുഡ് ഫെയ്ത്തിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ വായിക്കുന്ന ആക്റ്റിൽ അപ്ലൈ ചെയ്തിട്ട് അവിടെ യൂസ് ചെയ്യാം. പുരിഞ്ചതാ? അതായത് ഏതെങ്കിലും നിയമത്തിൽ വാക്കുകളുടെ പ്രോപ്പർ ഡെഫിനിഷൻ തന്നിട്ടില്ലെങ്കിൽ ജനറൽ ക്ലോസസ് ആക്ടിനകത്ത് ആ വാക്കിൻ്റെ ഡെഫിനിഷൻ ഉണ്ടാവും. അതെടുത്ത് ആ നിയമത്തിൽ വെച്ച് അപ്ലൈ ചെയ്ത് വായിക്കാം. പുരിഞ്ചതാ? അപ്പോൾ ഈ ഒരു ആക്റ്റിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു പോയിന്റ് ഡെഫിനിഷൻസാണ്. കുറേ ഡെഫിനിഷൻസ് കാണാതെ പഠിക്കണം, മറ്റ് നിയമങ്ങളിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡെഫിനിഷൻസ്. ഓക്കേണോ? പിന്നെ അതേപോലെ ഇതിനകത്തും ജനറൽ റൂൾസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. നിയമം വ്യാഖ്യാനിക്കാനുള്ള കുറച്ച് റൂൾസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒരു നിയമം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻസ് വേണ്ടി വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കണം എന്നാണ് കണ്ടീഷൻ. നമ്മുടെ കമ്പനീസ് ആക്ട് പറയുന്നതാണ്. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിനകത്ത് പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ എനിക്കൊരു സംശയം. ഇന്ന് എൻ്റെ കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തേ 30 ദിവസത്തിനുള്ളിൽ കൊടുക്കണം എന്നല്ലേ ആക്ട് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഈ 30 ദിവസമേ ഇന്ന് തൊട്ട് കൗണ്ട് ചെയ്യോ അതോ നാളെ തൊട്ട് കൗണ്ട് ചെയ്യോ? ഇന്ന് തൊട്ട് കൗണ്ട് ചെയ്ത് തുടങ്ങും. അങ്ങനെ ഒരു സംശയം വരും അല്ലേ? വന്നില്ലേ? ചമ്മിയ. അങ്ങനെ സംശയം വന്നാൽ നിങ്ങൾ എവിടെ നോക്കിയാൽ മതി? ജനറൽ ക്ലോസ് ആക്ടിൽ ജനറൽ റൂൾസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ നോക്കിയാൽ മതി. അതിനകത്ത് ഇതിനുള്ള ഉത്തരം നമുക്ക് കിട്ടും. അതിനകത്ത് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്. ഒരു എക്സാമ്പിളായിട്ട് എടുത്താൽ മതിയേ. അതിനകത്ത് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട് വിത്തിൻ 30 days എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇൻസിഡൻറ്റ് നടന്ന ദിവസം ഒഴിവാക്കണം. എന്ന് വെച്ചാൽ അടുത്ത ദിവസം തൊട്ട് നിങ്ങൾ ആ 30 ദിവസം കൗണ്ട് ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയുള്ള കുറച്ച് ഡൗട്ട്സിൻ്റെ ക്ലാരിഫിക്കേഷനാണ് ജനറൽ ക്ലോസസ് ആക്ടിൽ രണ്ടാമത്തെ ഭാഗം. ഓക്കെ ബോസ്? എടാ, അപ്പോൾ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സിൽ നിന്നും ജനറൽ ക്ലോസസ് ആക്ടിൽ നിന്നും നിങ്ങളൊരു 8 മാർക്ക് പ്രതീക്ഷിച്ചോ? 8 to 10 മാർക്സ്. അത്ര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഓക്കെ, ഇനി ഫെമ, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്. ഇതെന്തിനുള്ള നിയമമായിരിക്കും? ഫെമ എന്ന് പറയുന്ന നിയമം എന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കും? ഗസി എന്തിനായിരിക്കും ഫെമ എന്ന് പറയുന്ന നിയമം? എടാ, ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, നമ്മുടെ ആർ ബി ഐയുടെ കയ്യിൽ ഒരു റിസർവ് ഉണ്ടെന്ന് വിചാരിക്കുക, നിധി കുംഭം. ഓക്കെ, ഈ റിസർവിൽ ഫോറിൻ കറൻസീസ്, ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളില്ലടാ, ഈ രാജ്യങ്ങളിലെ ഫോറിൻ കറൻസീസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഫോറിൻ കറൻസീസിൻ്റെ റിസർവ്. ഓക്കെയാണോ? ജാപ്പനീസ് യെന്ന്, മറ്റേ അമേരിക്കൻ ഡോളേഴ്സ്, പിന്നെ നമ്മുടെ ദിനാർ, ദർഹംസ്, അങ്ങനെയുള്ള ഡോളേഴ്സിൻ്റെ അല്ല ഫോറിൻ കറൻസീസിൻ്റെ ഒരു റിസർവ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെയാണോ? ഈ റിസർവ് മാനേജ് ചെയ്യുക, പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്യുക. ഇതാണ് ഫെമയുടെ ഉദ്ദേശം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യയിലുള്ളൊരു വ്യക്തിയെ നമ്മളിവിടെ PRI എന്ന് പറയും കേട്ടോ. അത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാമേ. ഇന്ത്യയിലുള്ളൊരു വ്യക്തി, ഇന്ത്യൻ റെസിഡൻറ്റ്, PRI. ഓക്കെ, ഇന്ത്യക്ക് പുറത്തുള്ളൊരു വ്യക്തി, PROI.
ഓക്കെ, ഈ പി ആർ ഐയും ഇന്ത്യക്ക് പുറത്തുള്ള പി ആർ ഒയും തമ്മിൽ പല രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്യും. ബേസിക് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ തന്നെ എടുക്ക്, എക്സ്പോർട്സ്. ഇവിടെ ഇപ്പോൾ മുകളിൽ തെളിയുന്നില്ലേടാ, സോറി, പി ആർ ഒ ഐ. ഓക്കെ, പി ആർ ഐയും പി ആർ ഒയും തമ്മിൽ ഒരു ട്രാൻസാക്ഷൻ നടത്തുക. ഓക്കെ, ഇപ്പോൾ ബേസിക് ആയിട്ട് നമുക്ക് എക്സ്പോർട്ട് എടുക്കുവാണ് ഞാൻ. ഇവിടെ ഇപ്പോൾ ഒരു പി ആർ ഐ, ഇന്ത്യൻ റെസിഡൻറ്റ്, ഇന്ത്യക്ക് പുറത്തേക്ക് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുകയാണെന്ന് വെച്ചോ. ഒരു പി ആർ ഒയ്ക്ക് അത് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണെന്ന് വെച്ചോ. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കൂടാ? അവൻ അവിടുത്തെ ഫോറിൻ കറൻസി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു, കൺവേർട്ട് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്തിട്ട് അത് ഇന്ത്യൻ കറൻസി ആക്കി പി ആർ ഐ എടുക്കുന്നു. ശരിയല്ലേ? ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഫോറിൻ കറൻസി പുറത്തുനിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. ശരിയല്ലേടാ? അതേപോലെ തിരിച്ച് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണെന്ന് വെച്ചോ സാധനങ്ങൾ. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണേ? അവിടെ നിന്ന് പ്രോഡക്റ്റ് ഇന്ത്യയിലേക്ക് വരുന്നു, നമ്മൾ ഇവിടെ ഉള്ള ആളത് മേടിക്കുന്നു, മേടിച്ചിട്ട് ഇന്ത്യൻ കറൻസി പോയി കൺവേർട്ടഡായി ഫോറിൻ കറൻസിയായി അങ്ങോട്ടേക്ക് പോകുന്നു, അല്ലേ? അപ്പോൾ ശരിക്കും എന്താ സംഭവിച്ചത്? ആർ ബി ഐയുടെ റിസർവിൽ നിന്നും ഫോറിൻ കറൻസി കുറഞ്ഞു. ശരിയല്ലേ? ഇങ്ങനെ ഒരു പി ആർ ഐ, ഇന്ത്യൻ റെസിഡൻറ്റും ഇന്ത്യക്ക് പുറത്തുള്ള ഒരാളും തമ്മിൽ പല രീതിയിലുള്ള ട്രാൻസാക്ഷൻ എൻട്രി ചെയ്യും. എക്സ്പോർട്ട് ഇമ്പോർട്ട് മാത്രമല്ലല്ലോ, ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഒരു ടൂർ പോകുന്നു, അവിടെയും ഫോറിൻ കറൻസി നമ്മൾ കൺവേർട്ട് ചെയ്യൂലേ, അല്ലേ? പുറത്തുനിന്ന് ഒരാൾ ഇവിടെ വന്ന് ഫ്ലാറ്റ് മേടിക്കുന്നു, അതും ഫോറിൻ കറൻസി കൺവേർഷൻ അല്ലേ? നമ്മൾ ഇന്ത്യക്ക് പുറത്തൊരു ഫ്ലാറ്റ് മേടിക്കുന്നു, അതും കൺവേർഷൻ വരുന്ന പരിപാടിയല്ലേ, അല്ലേ? ഇതുപോലെ പി ആർ ഐയും പി ആർ ഒയും തമ്മിൽ എൻട്രി ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ഇല്ലടാ. ഈ ട്രാൻസാക്ഷൻസിൻ്റെ ബേസിസിൽ നമ്മുടെ റിസർവ് കുറയുകയും കൂടുകയും ചെയ്യും. കേൾക്കുന്നുണ്ടാ? അതുകൊണ്ട് തന്നെ ഈ ട്രാൻസാക്ഷൻസിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഫെമയുടെ ഉദ്ദേശം. അപ്പോൾ ഫെമയ്ക്കകത്ത് ശരിക്കും പറഞ്ഞാൽ പി ആർ ഐ ആരാണെന്ന് പഠിക്കും, പി ആർ ഒ ഐ ആരാണെന്ന് പഠിക്കും, ഇവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻസിനെ കുറിച്ചും പഠിക്കും, പിന്നെ അതിൽ വരുന്ന റെസ്ട്രിക്ഷൻസ് ഒക്കെ പഠിക്കും. ഇതാണ് ഫെമയുടെ ഉദ്ദേശം. ഫെമ വളരെ 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 ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. നിങ്ങൾക്ക് പണ്ട് സി എ ഫൈനലിലുണ്ടായിരുന്ന ചാപ്റ്ററാണ്, അതിപ്പോൾ നേരെ കുറച്ച് തിരിച്ച് സി എ എൻട്രിലേക്ക് കൊണ്ടുവന്നിരിക്കുക. ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഷോർട്ടായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ്. ഓക്കെ, പിന്നെ ഈ കോഴ്സ് ജോയിൻ ചെയ്യാനായിട്ട് ചിന്തിക്കുന്നത് തന്നെ ഒരു കൺഗ്രാറ്റ്സ് അർഹിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്കറിയാം, കൊമേഴ്സ് ഫീൽഡിൽ തന്നെ ഏറ്റവും നല്ല ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന കോഴ്സ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ വെറുതെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ജോയിൻ ചെയ്യാൻ നിൽക്കരുത്. ടോപ്പിക്സിനെ കുറിച്ചും സബ്ജക്റ്റിനെ കുറിച്ചും പ്രോപ്പറായിട്ടുള്ള നോളജോടുകൂടി നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുവാണെന്ന് തോന്നി മനസ്സിലാക്കിയിട്ട് വരണം. ഓക്കെ, നിങ്ങൾക്ക് തന്നെ ഈ സബ്ജക്റ്റിനോട് ഒരു ഇഷ്ടം തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് പഠിക്കാനും നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നോക്കി ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചെയ്തു തരുന്നുണ്ടാവും. റെഗുലറായിട്ട് ഇവിടെ ടെസ്റ്റ് പേപ്പേഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ടെസ്റ്റ് പേപ്പേഴ്സിൻ്റെ റിസൾട്ട്സ് കറക്റ്റായിട്ട് നിങ്ങളെ അറിയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വർക്ക് ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന്. നമുക്ക് ഈ സി എയുടെ കോഴ്സ് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും MTP RTP അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ ട്രിപ്പിൾ ഈ വർക്ക് ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വർക്ക് ബുക്കിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം തന്നിട്ടുണ്ടാവും. അത് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. പ്രത്യേകിച്ച് തിയറി പേപ്പറിന് CA പഠിക്കുന്ന പിള്ളേർ എഴുതി പഠിക്കുക. അങ്ങനെ എഴുതി പഠിച്ച് റെഡി ആവാൻ സെറ്റാണെങ്കിൽ ഓടിവായോ, നമുക്ക് പഠിച്ച് സെറ്റായി ക്ലിയറായി പോവാം. ഓക്കെ, അപ്പോൾ ബെസ്റ്റ് വിഷസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്രയും നേരം സഹിച്ചതിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, എടാ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും എടുത്തിട്ടില്ല, അതും കൂടെ പറഞ്ഞോട്ടെ. റൈറ്റ് ഫ്രം കമ്പനി എന്താണ്, കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്താണ് എന്നത് മുതൽ നമ്മൾ നമ്മുടെ ചാപ്റ്റേഴ്സ് തുടങ്ങും കേട്ടോ. ഓക്കെ, അപ്പോൾ see you at the class. Bye.